വെൽക്കം ടു എജിസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മുഖവിലയും സ്ഥാനവിലയുമാണ്. 23,465 ഈ ഒരു സംഖ്യയിൽ നിന്ന് എങ്ങനെയാണ് മുഖവില കണ്ടുപിടിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ സ്ഥാനവില കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളോട് 6ന്റെ മുഖവില എന്താണെന്ന് ചോദിക്കുകയാണ്. അതായത് 6 എന്ന് പറയുന്നത് എവിടെയുള്ളത്? 6ന്റെ മുഖവില എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണ്? ആ സംഖ്യ തന്നെയാണ്. അതായത് ഒരു സംഖ്യയുടെ മുഖവില ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ മുഖവില ഏതാണ്? 6 ആണ്. ഇനി ഇതിന്റെ സ്ഥാനവില എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഈ ഓരോ സംഖ്യകൾ 1ന്റെ സ്ഥാനത്ത്, 10ന്റെ സ്ഥാനത്ത്, 100ന്റെ സ്ഥാനത്ത്, 1000ന്റെ സ്ഥാനത്ത് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ? അങ്ങനെ ഉള്ള സംഖ്യകളുടെ ആ സ്ഥാനം അനുസരിച്ച് കൊടുക്കുന്നതാണ് അതിന്റെ സ്ഥാനവില. ഇപ്പൊ ഇവിടെ 6ന്റെ സ്ഥാനവില നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 5 കിടക്കുന്നത് എന്തിന്റെ സ്ഥാനത്താണ്? 1ന്റെ സ്ഥാനത്താണ്. അതിനെ നമുക്ക് 10⁻0 എന്ന് കൊടുക്കാം. ഇനി 6 എന്ന് പറയുന്നത് 10⁻1 ആണ്, അതായത് 10ന്റെ സ്ഥാനത്താണ്. ഇനി 4 വരുന്നത് 10⁻2, അതായത് 10⁻2, 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? 100 ആണ്. അപ്പൊ 100ന്റെ സ്ഥാനത്താണ് ആര് വരുന്നത്? 4 വരുന്നത്. ഇനി 3 വരുന്നത് 10ന്റെ ക്യൂബിലാണ്, അതായത് 1000ന്റെ സ്ഥാനത്താണ് ആര് വരുന്നത്? 3 വരുന്നത്. ഇനി 10⁻4 10,000ന്റെ സ്ഥാനത്താണ് ആര് വരുന്നത്? 2 വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ 6ന്റെ സ്ഥാനവില എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? 6 സ്ഥാനവില നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? 6 ഇൻറ്റു ഇത് ഏതിൻ്റെ സ്ഥാനത്താണ് ഉള്ളത്? 10⁻1ന്റെ സ്ഥാനത്ത്, അതായത് 10ന്റെ സ്ഥാനത്ത് അല്ലേ? അപ്പൊ 6 ഇൻറ്റു 10 60. അപ്പൊ 6ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 60ഉം 6ന്റെ മുഖവില എന്ന് പറയുന്നത് ആ സംഖ്യ, അതായത് 6 തന്നെയായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് 3 എടുത്ത് നോക്കാം. 3ന്റെ മുഖവില എന്ന് പറയുന്നത് ഏതായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, മൂന്നിന്റെ സ്ഥാനവിലയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ 3 ഇൻറ്റു അത് ഏതിന്റെ സ്ഥാനത്താണ്? 10ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ എത്രയാണ്? 1000 അല്ലേ? 3 ഇൻറ്റു 1000. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് മുഖവില കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് സ്ഥാനവില കണ്ടുപിടിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു സംഖ്യ തന്നിട്ടുണ്ട്. ഏതാണ് സംഖ്യ? 26,958. ഇതിൽ 9ന്റെ സ്ഥാനവില അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് തന്നിരിക്കുന്ന സംഖ്യയിൽ 9ന്റെ സ്ഥാനവില എന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, നോക്കാം. ഇവിടെ 8 എന്ന് പറയുന്നത് എന്തിന്റെ സ്ഥാനത്താണ്? 1ന്റെ സ്ഥാനത്താണ്. 5 എന്ന് പറയുന്നത് എന്തിന്റെ സ്ഥാനത്താണ്? 10ന്റെ സ്ഥാനത്താണ്. 9 എന്ന് പറയുന്നത് എന്തിന്റെ സ്ഥാനത്താണ്? 100ന്റെ സ്ഥാനത്താണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? മുഖവിലയാണോ സ്ഥാനവിലയാണോ? സ്ഥാനവിലയാണ് അല്ലെ? അപ്പൊ 9 ഇൻറ്റു അത് ഏത് സ്ഥാനത്താണോ നിൽക്കുന്നത്? ഏതിന്റെ സ്ഥാനത്തായിരുന്നു? 100ന്റെ സ്ഥാനത്തായിരുന്നു അല്ലെ? 100 എത്രയാ നമുക്ക് കിട്ടുന്നത്? 900 അല്ലെ? 900. അപ്പൊ നമ്മൾ ആൻസർ വരുന്നത് ഏതാണ്? സി ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഈ സംഖ്യയിൽ 5ന്റെ മുഖവില എന്തെന്നാണ് ചോദിച്ചത്. മുഖവിലയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് തന്നെയാണ് എഴുതേണ്ടത്? ആ സംഖ്യ തന്നെയാണ് എഴുതേണ്ടത് അല്ലെ? അങ്ങനെയാണെങ്കിൽ 5ന്റെ മുഖവില എന്തായിരിക്കും? 5 തന്നെയായിരിക്കും. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഈ സംഖ്യയിൽ 8ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള തുക എത്രയാണെന്നാണ് ചോദിച്ചത്. അതായത് എന്തും കണ്ടുപിടിക്കണം, സ്ഥാനവിലയും കണ്ടുപിടിക്കണം, മുഖവിലയും കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവരുടെ തുക, അതായത് അവ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം മുഖവില എന്ത് തന്നെയാണ്? എന്തിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 8ന്റെ ആണ്. അപ്പൊ അതിന്റെ മുഖവില എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 8 തന്നെയായിരിക്കും. ഇനി അതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്ഥാനവിലയാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ഥാനവില നമുക്ക് നോക്കാം. 2 കിടക്കുന്നത് ഏതിന്റെ സ്ഥാനത്താണ്? 1ന്റെ സ്ഥാനത്താണ്. 4 കിടക്കുന്നത് 10ന്റെ സ്ഥാനത്താണ്. 8 കിടക്കുന്നത് എന്തിന്റെ സ്ഥാനത്താണ്? 100ന്റെ സ്ഥാനത്താണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു 8ന്റെ സ്ഥാനവില കണ്ടുപിടിക്കണമെങ്കിൽ 8 ഇൻറ്റു 100 അല്ലെ? എത്ര കിട്ടുന്നത്? 800. ഓക്കെ, മുഖവില എത്രയായിരുന്നു? ഇതെന്താണ്? സ്ഥാനവിലയായിരുന്നു. മുഖവില നമുക്ക് എത്ര കിട്ടിയത്? 8 ആണ്. ഇനി ഇവരുടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? തുകയാണ് അല്ലെ? അപ്പൊ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 800 കൂട്ടണം 8 ചെയ്യാം. എത്ര കിട്ടുക? 808. ഓക്കെ, ഓപ്ഷനിലുണ്ടോ ആ ഒരു ആൻസർ? ഉണ്ടല്ലേ? ഏതാണ്? ഓപ്ഷൻ എ, 808 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ തുകയാണെങ്കിൽ ഇനി അടുത്തതിൽ നമുക്കൊരു വ്യത്യാസമാണ് കണ്ടുപിടിക്കാനുള്ളത്. നോക്കാം കേട്ടോ. 7535 എന്ന സംഖ്യയിൽ 5ന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര?
ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 5 എത്ര തവണ വന്നിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ട്. ആ 2 സ്ഥാനവിലകൾ, 5ന്റെ 2 സ്ഥാനവിലകൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, വ്യത്യാസം കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 5 ഏതൊക്കെ സ്ഥാനത്താണ് ഉള്ളത്? 1 കിടക്കുന്നത് എന്തിന്റെ സ്ഥാനത്താണ്? 1ന്റെ സ്ഥാനത്താണ് അല്ലെ. 5 ആദ്യം കിടക്കുന്നത് എവിടെയാണ്? 1ന്റെ സ്ഥാനത്താണ്. പിന്നെ വേറൊരു 5 കിടക്കുന്നത് ഏതിന്റെ സ്ഥാനത്താണ്? 100ന്റെ സ്ഥാനത്താണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5ന്റെ ഒരു സ്ഥാനവില എന്ന് പറയുന്നത് ഏതാണ്? 5 × 1ന്റെ സ്ഥാനത്തായതുകൊണ്ട് 5 തന്നെ. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് എവിടെയാണ്? 100ന്റെ സ്ഥാനത്താണ്. അപ്പോൾ 5 × 100 എത്ര കിട്ടുന്നത്? 500. ഇവ തമ്മിലുള്ള എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? വ്യത്യാസമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യണം. അവ തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ 500ൽ നിന്ന് ആരെ കുറയ്ക്കണം? 5നെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടത്. അപ്പൊ എത്ര ആൻസർ കിട്ടുന്നത്? 495 അല്ലെ. ആൻസറിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി. ഇനി ഒരു ഡെസിമൽ സംഖ്യയാണ് നമുക്ക് തന്നതെങ്കിൽ ആ ഡെസിമൽ സംഖ്യയുടെ സ്ഥാനവിലയും മുഖവിലയും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ഡെസിമൽ സംഖ്യ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? 28.563. ഈ സംഖ്യയുടെ സ്ഥാനവിലയും മുഖവിലയും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 8 എന്ന് പറയുന്നത് എങ്ങനെ തന്നെ നമ്മൾ കണ്ടുപിടിക്കാം? മുഖവില എന്ത് തന്നെയായിരിക്കും? 8 തന്നെയായിരിക്കും. 2ന്റെ മുഖവില എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി ഡെസിമൽ നമ്പർ ആണ് അങ്ങോട്ട് പോകുന്നതെങ്കിലും നമ്മൾ അതിന്റെ മുഖവിലയും എന്ത് തന്നെയായിരിക്കും? ആ സംഖ്യ തന്നെയായിരിക്കും. അതിന് മാറ്റമില്ല. പക്ഷെ സ്ഥാനവില കണ്ടുപിടിക്കുന്ന സമയത്ത് 8 കണ്ടുപിടിക്കാൻ നമ്മൾ 28 എന്ന് പറയുന്ന പോലെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്പർ കണ്ടുപിടിക്കുന്ന രീതി തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 28ൽ 8 എന്ന് പറയുന്നത് എന്തിന്റെ സ്ഥാനത്താണ്? 1ന്റെ സ്ഥാനത്താണ്. അപ്പൊ ഇവിടെ നമ്മൾ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 10⁻0, അതായത് 1നെ കൊണ്ട്. ഇനി ഇവിടെയാണെങ്കിൽ 2 എന്ന് പറയുന്നത് എന്തിന്റെ സ്ഥാനത്താണ് കിടക്കുന്നത്? 10ന്റെ സ്ഥാനത്താണ്, അതായത് 10⁻1 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷെ ഇനി ഒരു ഡെസിമൽ സംഖ്യ വരുന്ന സമയത്ത് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പൊ 5ന്റെ സ്ഥാനവിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അത് ഏത് പ്ലേസിലാണ്? 1/10ലാണ്. ഓക്കെ, 5 കിടക്കുന്നത് 1/10ലാണ് ഉള്ളത്. ഇനി 6 ആണെങ്കിൽ അത് 1/100ലാണ്. 3 ആണെങ്കിൽ 1/1000ലാണ്. ഓക്കെ, അങ്ങോട്ട് പോകും തോറും ഇതിങ്ങനെ വാല്യൂസ് 1/10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത് വലതു ഭാഗത്തേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 5ന്റെ സ്ഥാനവിലയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കരുതുക. അപ്പൊ 5ന്റെ സ്ഥാനവില കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 5 × 1/10 നമുക്ക് എത്ര കിട്ടുന്നത്? 5/10. ഇതാണ് ഇതിന്റെ 5ന്റെ സ്ഥാനവില എന്ന് പറയുന്നത്. മുഖവില എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. മുഖവില 5 തന്നെയാണ്. 3.786 എന്ന സംഖ്യയിൽ 8ന്റെ സ്ഥാനം ഏതെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? അതിന്റെ സ്ഥാനമാണ് ചോദിച്ചത്, സ്ഥാനവിലയല്ല. ഓക്കെ, സ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഏതിന്റെ സ്ഥാനത്താണോ നിൽക്കുന്നത്? 1ന്റെ സ്ഥാനത്താണോ, 10ന്റെ സ്ഥാനത്താണോ, 100ന്റെ സ്ഥാനത്താണോ, അങ്ങനെ ഏതിന്റെ സ്ഥാനത്താണോ അത് നിൽക്കുന്നത് അതാണ് ചോദിച്ചത്. അത് അവിടെ എഴുതിയാൽ മതി. സ്ഥാനവില എന്ന് പറയുമ്പോഴാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യയെ അതിന്റെ സ്ഥാനത്തോട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് 8ന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്ഥാനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഏതാണ് സംഖ്യ? 43.786. ഓക്കെ, ഈ സംഖ്യയിൽ 8ന്റെ സ്ഥാനമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 8 ഏതിന്റെ സ്ഥാനത്താണ് കിടക്കുന്നത്? 7 ഉള്ളത് 1/10ന്റെ സ്ഥാനത്താണ്. 8 ഉള്ളത് 1/100ന്റെ സ്ഥാനത്താണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 8 കിടക്കുന്നത് ഏതിന്റെ സ്ഥാനത്താണ്? 1/100ന്റെ സ്ഥാനത്താണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 114.52 എന്ന സംഖ്യയിൽ 2ന്റെ സ്ഥാനവില എന്തെന്നാണ് ചോദിച്ചത്. ഓക്കെ, അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ 114.52 എന്ന സംഖ്യയിൽ 2ന്റെ സ്ഥാനവില എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 114.52 ഇതിൽ 2ന്റെ സ്ഥാനവിലയാണ് ചോദിച്ചിട്ടുള്ളത്. 5 കിടക്കുന്നത് 1/10ന്റെ സ്ഥാനത്താണ്. 2 കിടക്കുന്നത് 1/100ന്റെ സ്ഥാനത്താണ്. അങ്ങനെയാണെങ്കിൽ 2ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 2 × 1/100. ഓക്കെ, അതായത് 2/100ലാണ് ഉണ്ടാവുക. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 43,062 43062 അല്ലെ. ഈ സംഖ്യയോട് ഈക്വൽ ആയിട്ട് വരുന്നത് ഇതിൽ ഏതാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ആ സംഖ്യ ഒന്ന് നമുക്ക് എഴുതി നോക്കാം. 43,062. ഈ സംഖ്യ നോക്കുന്ന സമയത്ത് 2 കിടക്കുന്നത് എന്തിന്റെ സ്ഥാനത്താണ്? 10⁻0 അല്ലെ, അതായത് 1ന്റെ സ്ഥാനത്ത്. 6 കിടക്കുന്നത് 10⁻1, അതായത് എന്തിന്റെ സ്ഥാനത്താണ്? 10ന്റെ സ്ഥാനത്താണ്. 0 കിടക്കുന്നത് 10⁻2, അതായത് 100ന്റെ സ്ഥാനത്താണ്. 3 കിടക്കുന്നത് 10⁻3, അതായത് 1000ത്തിന്റെ സ്ഥാനത്താണ്. 4 കിടക്കുന്നത് എന്തിന്റെ സ്ഥാനത്താണ്?
10⁴ അതായത് 10,000ന്റെ സ്ഥാനത്താണ് 4 കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എഴുതി നോക്കാം. 4 ഇൻറ്റു ഏതാ വരിക ഈ സംഖ്യ അല്ലേ, 4ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 4 ഇൻറ്റു 10⁴ പ്ലസ് 3ൻ്റെത് ഏതാ വരുന്നത് 3 ഇൻറ്റു 10⁻³ പ്ലസ് 0 ഇൻറ്റു എന്താ വരിക 10⁻². അതായത് 0നോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടുന്നു 0 കിട്ടുന്നു. ഓക്കെ, പ്ലസ് അടുത്തത് 6 ഇൻറ്റു എന്ത് വരുന്നു 10⁻1 പ്ലസ് അടുത്തത് ഏതാണ് 2 ഇൻറ്റു 10⁻0. ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അതുണ്ടോ നോക്കാം അല്ലേ. ഏതാണ് 4 ഇൻറ്റു 10⁻4 ഇതാ. അടുത്തത് 3 ഇൻറ്റു 10⁻3, അടുത്തത് 0. പിന്നെ 6 ഇൻറ്റു 10⁻1, അടുത്തത് 2 ഇൻറ്റു 10⁻0. ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള രീതിയിലല്ല ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഇവിടെ തന്നിട്ടുള്ളത് 4 ഒന്നുകൾ, 3 1/10കൾ, 2 1/100കൾ. സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. അല്ലാതെ നേരത്തെ പോലെ മുഖവില എന്ത്, സ്ഥാനവില എന്ത് എന്നുള്ള രീതിയിലല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ് നോക്കാം. 4 ഒന്നുകൾ എന്ന് പറയുന്നത് എത്ര ഒന്നുണ്ട് 4 ഒന്നുകളാണ് അല്ലേ. 4 ഇൻറ്റു 1 സംഖ്യ എത്രയാണ് വരുന്നത് 4. ക്ലിയർ. അടുത്തത് 3 1/10കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 3 ഇൻറ്റു 1/10, അതായത് 3/10. 3/10 എന്ന് പറയുമ്പോൾ ഏതാ വരിക 0.3 അല്ലേ. 0.3 ആണ് വരുന്നത്. അടുത്തത് എന്താ തന്നിട്ടുള്ളത് 1/100കൾ എത്രയുണ്ട് 2 1/100കൾ എന്നാണ് തന്നത്. അതായത് 2 ഇൻറ്റു 1/100, അതായത് 2/100 എത്രയാണ് വരുന്നത് 0.02 എന്നാണ് ആൻസർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതെന്നാണ് നമ്മളെ ചോദ്യം. ഇതെല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ മതി. ഏതാ വരിക 4 പ്ലസ് 0.3 പ്ലസ് 0.02. സംഖ്യ എന്ന് പറയുന്നത് 4.32. ആൻസർ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് 3 ഒന്നുകൾ, 2 1/10കൾ, 3 1/100കൾ. സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് അല്ലേ. 3 ഒന്നുകൾ, അതായത് 3 ഇൻറ്റു 1 എത്ര കിട്ടിയേ 3 എന്ന് കിട്ടി. അടുത്ത ഏതാണ് 2 1/10കൾ, അതായത് 2 ഇൻറ്റു 1/10 ഈക്വൽ ടു 2/10 ഈക്വൽ ടു 0.2. അടുത്തത് തന്നിട്ടുള്ളത് 3 1/100കൾ എന്നാണ്. അതായത് 3 ഇൻറ്റു 1/100 ഈക്വൽ ടു 3/100 ഈക്വൽ ടു 0.03. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. എല്ലാം കൂടെ കൂട്ടിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ് സംഖ്യയായി. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3.23 ആണ്. അതായത് ഓപ്ഷൻ ഏതാണ് ഇതിൽ ഓപ്ഷൻ എ. ക്ലിയർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മുഖവില സ്ഥാനവില എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.